പുതിയ പാർലമെന്റിൽ പ്രതിഷ്ഠിച്ച ചെങ്കോലിന്റെ കഥ പറയുന്ന ഡോക്യുമെന്ററിക്ക് ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്ന മറ്റൊരു വിഷയം ചിത്രീകരിക്കാൻ സംവിധായകൻ പ്രിയദർശൻ. അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിനു വേണ്ടി രാമക്ഷേത്രത്തിന്റെ ചരിത്രം പറയുന്ന ഡോക്യു ഡ്രാമയുടെ ചിത്രീകരണം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി തുടരുകയാണ്. 1883 മുതൽ പുതിയ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം വരെയുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതാണ് ഈ ഡോക്യു ഡ്രാമ. ഇന്ത്യയുടെ ചരിത്രം, ക്ഷേത്രത്തിന്റെ ചരിത്രം, മുഗൾ അധിനിവേശം, ബാബറി മസ്ജിദിന്റെ ചരിത്രം, തർക്കത്തിന്റെ തുടക്കം, അതിന്റെ തുടർച്ച, കർസേവ, തുടർന്നുള്ള നിയമ പോരാട്ടങ്ങൾ, അന്തിമവിധി തുടങ്ങി ക്ഷേത്രത്തിന്റെ ചരിത്രം എന്നിങ്ങനെ എല്ലാ തലത്തിലൂടെയും ചലച്ചിത്രം കടന്നുപോകുന്നുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മലയാളിയും മുൻ എംപിയും ICS ഓഫീസറുമായ KK നായർ, സർദാർ വല്ലഭായ് പട്ടേൽ, അശോക് സിംഘാൾ, LK അദ്വാനി, AB വാജ്പേയി, അഡ്വക്കേറ്റ് പരാശരൻ, പുരാവസ്തു വിദഗ്ധൻ KK മുഹമ്മദ്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റോയ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ഈ ഡോക്യു ഡ്രാമയിൽ കടന്നു വരുന്നുണ്ട്. ചരിത്ര പണ്ഡിതർ, പുരാവസ്തു വിദഗ്ധർ, പുരാണ ഇതിഹാസ പണ്ഡിതർ എന്നിവരടങ്ങിയ ഒരു സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് രാമക്ഷേത്ര ചരിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. കവിയും ഗാനരചയിതാവും കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് ചെയർപേഴ്സണുമായ പ്രസൂൺ ജോഷി, പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ട്രസ്റ്റ് ചെയർമാനുമായ നിബേന്ദ്ര മിശ്ര, അയോധ്യ രാജവംശത്തിലെ പ്രമുഖനും എഴുത്തുകാരനുമായ യതീന്ദ്ര മിശ്ര എന്നിവരും ചലച്ചിത്രത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വവും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. ലക്നൗ, അയോധ്യ, വാരണാസി, ഡൽഹി, കൊച്ചി, ചെന്നൈ, ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റി എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം നടക്കുന്നത്. ഡോക്യു ഡ്രാമയുടെ പിന്നിൽ പ്രിയദർശനൊപ്പം 2 പ്രസിദ്ധ മലയാളികൾ കൂടിയുണ്ട്. പ്രൊഡക്ഷൻ ഡിസൈനർ സാബു സിറിലും ലൈൻ പ്രൊഡ്യൂസറായ 7 ആർട്സ് GP വിജയകുമാറുമാണ് ഇവർ 2 പേർ. തമിഴ് സിനിമയിലെ പ്രശസ്തനായ ക്യാമറാമാൻ ദിവാകർ മണിയാണ് ഡോക്യു ഡ്രാമയുടെ ഛായാഗ്രാഹണം നിർവഹിച്ചിരിക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ ചരിത്രം പറയുന്ന ഈ ഡോക്യു ഡ്രാമ ചിത്രീകരിക്കാൻ ഇംഗ്ലണ്ടിൽ നിന്നടക്കം പലരും മുന്നോട്ട് വന്നെങ്കിലും ചെങ്കോൽ ചിത്രീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രിയദർശനെ സംവിധായകനായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഹിന്ദുസ്ഥാനി, കർണാട്ടിക് ധാരയിലെ സംഗീതമാണ് ചിത്രത്തിന്റെ പശ്ചാത്തലമാകുന്നത്. ദൂരദർശനും TV18നുമാണ് ഡോക്യു ഡ്രാമയുടെ നിർമ്മാണത്തിൽ പങ്കാളികളാകുന്നത്. ഇന്ത്യയിലെ പ്രമുഖ ഭാഷകളിലെല്ലാം രാമക്ഷേത്രത്തിന്റെ ചരിത്രം കാണാൻ സാധിക്കും.